ഗ്ലോബിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മക്കൾക്കൊക്കെ വെക്കേഷനൊക്കെ തീരാനായില്ലേ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഉച്ചക്കത്തെ ലഞ്ചിനാട്ടോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ചിക്കൻ കറി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മുതിരയും കേട്ടോ. എന്നും വെള്ളയപ്പവും ദോശയും ഇഡ്ഡലിയും ഒക്കെ കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പുട്ടും മുതിര വെക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളൊക്കെ അങ്ങോട്ട് തയ്യാറാക്കാം കേട്ടോ. മുതിര വേവിക്കാൻ വെച്ചു കൊടുത്തു. പിന്നെ നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം വേണം കേട്ടോ. പൊട്ടിനുള്ള പൊടി അങ്ങോട്ട് കുഴച്ചെടുക്കാൻ. പിന്നെ എന്താ തേങ്ങ ചിരകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില നാടുകളിൽ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാട്ടോ പൊടിയൊക്കെ കുഴച്ചെടുക്കുക പുട്ടിനുള്ളത്. അങ്ങനെ കുഴച്ചെടുത്താൽ നല്ല ഹാർഡായിരിക്കും, നല്ല കല്ല് പോലെ ഇരിക്കും കേട്ടോ. നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം വേണം പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് പുട്ടിനുള്ള പൊടി അങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പാകത്തിന് ഉപ്പിട്ട് തിളപ്പിച്ച് അങ്ങോട്ട് ഒഴിച്ചാലില്ലേ നല്ല സോഫ്റ്റായ രീതിയിൽ തന്നെ നമുക്ക് പുട്ട് റെഡിയാക്കി കിട്ടും കേട്ടോ. മുതിര വേവിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തുളിക്കണ്ടേ. അപ്പോൾ ദാ നമ്മുടെ ചീഞ്ചട്ടി അങ്ങോട്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്ത് പാകത്തിന് അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നല്ലപോലെ അങ്ങോട്ട് ചൂടായി വന്നപ്പോൾ ദാ ചെറിയ കുട്ടനെ അരിഞ്ഞതാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ കുറച്ച് മുളക് പൊടി. എന്നിട്ട് കറി അങ്ങോട്ട് തൂളിച്ചെടുത്ത് കേട്ടോ. വളരെ രുചികരമായ മുതിരപ്പേരി അങ്ങോട്ട് സെറ്റായി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ കൂട്ടുകാരെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. ഇപ്പോൾ ചാനലൊക്കെ അങ്ങോട്ട് ഡൗൺ ആയി വരാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചാനൽ അങ്ങോട്ട് ഉഷാറായി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ രുചികരമായ മുതിരപ്പേരി അങ്ങോട്ട് സെറ്റായി. ഇനി നമുക്ക് പാത്തൂസിനെ മദ്രസയിലാക്കാം. മദ്രസയിലെത്തോളം വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. കുറച്ച് ഭാഗം മാത്രം ഞാൻ എടുത്തുള്ളൂ. ഞാൻ ഒരുപാട് തവണ മദ്രസ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിലൂടെ. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ കയറി ഒന്ന് കാണണേ പാത്തൂസിൻ്റെ മദ്രസ. പിന്നെ നമ്മുടെ ചിക്കൻ കറി ആട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിയുടെ വീഡിയോ, അതായത് റെസിപ്പി ഒരുപാട് തവണ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തതാ മസാല ദാ സെറ്റാക്കി കേട്ടോ. ഇനി നമുക്കതിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ പീസുകൾ ഇട്ട് കൊടുത്ത ശേഷം ഒരു ചെറുനാരങ്ങയുടെ നീര് മസ്റ്റാ. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലപോലെ ചിക്കനിൽ മസാല പിടിക്കുന്നത് വരെ അങ്ങോട്ട് എന്ത് ചെയ്യണം, ഇളക്കി കൊടുത്ത് സെറ്റാക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് തട്ടിപ്പൊത്തി വെക്കണം. എന്നിട്ട് വേണം ചിക്കൻ വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഒരു സൈഡിൽ കൂടെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുവാൻ. എന്നിട്ട് ഇതേ രീതിയിൽ അങ്ങോട്ട് സെറ്റാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് ചിക്കൻ വേവിക്കാം കേട്ടോ. പിന്നെ ഇളക്കി കൊടുക്കാൻ പാടില്ലേ. ചോറുണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരി വാർത്ത് വെക്കാം കേട്ടോ. അങ്ങനെ അരിയൊക്കെ വാർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരിക്കനുസരിച്ചുള്ള വെള്ളം അളന്നും കയറ്റി വെട്ടി തിളപ്പിച്ച് സെറ്റാക്കി വെക്കാം കേട്ടോ. അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് കറി മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കിയ ശേഷം ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറി, വളരെ രുചികരമായ ചിക്കൻ കറി ഇതാ സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായ ചിക്കൻ കറി അതാ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇത്തിരി അരിയല്ലേ ഉള്ളൂ, കുറച്ച് അരിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രമാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതാ നമ്മുടെ ഡാൽഡ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ കറി മസാല കൂട്ടുകൾ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും അതിലേക്കിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്ത ശേഷം നമ്മുടെ അരി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് റോസ്റ്റാക്കി എടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ അളന്ന് വെച്ച വെള്ളമില്ലേ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മൂടി വയ്ക്കാം കേട്ടോ. അതിന് ശേഷം കൈയിടാതെ തന്നെ എന്ത് ചെയ്യണം, ഇളക്കി കൊടുക്കണം കേട്ടോ. നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഒരുപാട് തവണ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്കൊരു ബോറടി ആവില്ലേ എന്ന് കരുതിയിട്ടാട്ടോ ഡീറ്റെയിലായിട്ട് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്ത് നമ്മുടെ നെയ്ച്ചോറ് ഇതാ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് വറുത്ത് കോരി വെച്ച സബോള അതിലേക്ക് അങ്ങോട്ട് തൂക്കി കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അങ്ങോട്ട് തൂക്കി കൊടുക്കാം. മുന്തിരി അങ്ങോട്ട് തൂക്കി കൊടുക്കുന്നില്ല, മുന്തിരി പിള്ളേർക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ മുന്തിരി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നെയ്ച്ചോറ് ഇതാ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. മൂടി വെച്ചു കേട്ടോ. മൂടി വെച്ചിട്ട് ഭാരമുള്ളതൊന്ന് കയറ്റി വെച്ചു കേട്ടോ. അതിന് ശേഷം അടുക്കളക്കൊന്ന് ക്ലീൻ ചെയ്തോട്ടോ. അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനാട്ടോ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചോ? ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവരുതേ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.